بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى നമുക്കെല്ലാവർക്കും സന്തോഷവും ആഫിയത്തും നൽകട്ടെ. ഇന്നെടുക്കുന്ന വീഡിയോ 222 ഖുറൈശ് സൂറത്താണ് ഇതിലെടുക്കുന്നത്. ഇത് മക്കയിൽ അവതരിച്ചതാണ്. വെറും 4 ആയത്തുകൾ മാത്രമേ ഇതിലുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശിൻ ലഇലാഫിഹിം റിഹ്ലത്തശ് ശിത്താഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഖുറൈശ് സൂറത്താണ് ഞാൻ ഓതി വെച്ചത്. ലീലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് അല്ലാഹു എളുപ്പമാക്കുവാൻ വേണ്ടി. ഈലാഫിഹിം, അവർക്ക് പരിചിതമായിരുന്ന കാര്യം. അതെന്താണ്? രഹിലത്ത് ഷിത്തായി വസ്വൈഫ്, സ്വൈഫിലും ഷിത്തായിലുമുള്ള അവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ തണുപ്പ് സമയത്ത് ഷിത്തായ്, സ്വൈഫ് എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലത്ത്. ഇങ്ങനെ 2 കച്ചവടാവശ്യാർത്ഥമുള്ള യാത്രയുണ്ടായിരുന്നു അവർക്ക്. സ്വൈഫിൽ ഷിത്തായിൽ യമനിലേക്കും, തണുപ്പ് കാലത്ത് യമനിലേക്കും, തണുപ്പ് കാലം യമനിലേക്കും, സൈഫ് എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലം, വേനൽക്കാലം, ഇക്കാലത്ത് ഷാമിലേക്കുമായിരുന്നു അവരുടെ യാത്ര. കച്ചവട ആവശ്യത്തിനായിട്ട് അവർ യാത്ര ചെയ്തിരുന്ന പതിവുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ പരിചയമുള്ള ഇക്കാര്യം അവർക്ക് എളുപ്പമായി നിർവഹിക്കാൻ വേണ്ടി, നിർഭയം കച്ചവടങ്ങളൊക്കെ നടത്താൻ വേണ്ടി, എളുപ്പമാക്കുവാൻ വേണ്ടി എന്നർത്ഥം. ഇതിന്റെ തഫ്സീർ ഇൽഫ്, ഈലാഫ്, യത്തിയാദി എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്. ശീലം, പരിചയം എന്നർത്ഥം. ഈലാഫിഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചിതമായിരുന്ന എന്നാണ് അർത്ഥം. ഈലാഫ് ഖുറൈശിൻ, അവിടെ അർത്ഥം അല്ലാഹു തആല അവർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയതാണ്. അപ്പൊ ഈലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി. ഈലാഫിഹിം, അവർക്ക് പരിചിതമായിരുന്ന കാര്യം. അതെന്താ? രഹിലത്ത് ഷിത്തായി വസ്സൈഫ്, സൈഫിലും ഷിത്തായിലും, തണുപ്പ് കാലത്തും വേനൽക്കാലത്തും അവർക്കുള്ള യാത്ര. തണുപ്പ് കാലത്ത് യമനിലേക്കും, വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഉഷ്ണകാലത്ത് ഷാമിലേക്കുമായിരുന്നു അവരുടെ കച്ചവട യാത്ര ചെയ്തത്. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ ഈലാഫി ഖുറൈശിൻ എന്ന് പറഞ്ഞതിന്റെ മീനിങ്, തഫ്സീറിൽ പറഞ്ഞ മീനിങ്, മിൻ അജ്ലി തസ്ഹീലില്ലാഹി അലാ ഖുറൈശ് വ തൈസീരിഹി ലഹും, ഖുറൈശികൾക്ക് അല്ലാഹു എളുപ്പമാക്കാൻ വേണ്ടി. മാ കാനൂ യഅരിഫൂനഹു, അവർക്ക് പരിചിതമായിരുന്ന കാര്യം. അതെന്താണ്? അത് മിനർ റഹ്ലത്തി ഫിശ്ശിത്തായി, തണുപ്പ് കാലത്ത് അവരുടെ യാത്ര, ഇലൽ യമൻ, യമനിലേക്കും, ഒഫിസൈഫി, ഉഷ്ണകാലത്ത് ഇല ഷാമി, ഷാമിലേക്കുമുള്ള യാത്ര എളുപ്പമാക്കാൻ വേണ്ടി. പിന്നെ അപ്പോ ഇനി പറയുന്ന കാര്യം, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅ്ബുദൂ, അവരാരാധിക്കട്ടെ, റബ്ബ ഹാദൽ ബൈത്തി, ഈ ഭവനത്തിന്റെ രക്ഷിതാവിന് അവരാരാധിക്കട്ടെ.
അപ്പൊ ഈദാഫിഹിം റഹ്ലത്ത ശിത്താഇ വസ്സൈഫ് എന്ന് പറഞ്ഞെടുത്ത് ഉള്ള തഫ്സീർ റഹ്ലത്തൈ ശിത്താഇ വസ്സൈഫ്, നേരത്തെ പറഞ്ഞ അക്കാര്യം തന്നെയാണ്. ശിത്താഹ് ശൈത്യകാലത്തെ യാത്ര, സൈഫിനുള്ള 2 യാത്ര. റഹ്ലത്തൈ എന്ന് പറഞ്ഞാൽ 2 യാത്ര. ശിത്തായിലും സൈഫിലുമുള്ള 2 യാത്ര. ഹൈസുഖാന് ഇസാഫിറൂന ലിത്തിജാറൻ, കച്ചവടത്തിന് വേണ്ടി ഒരു യാത്ര ചെയ്യൽ പതിവായിരുന്നു. എന്നിട്ടോ ഈ കച്ചവട ആവശ്യമുള്ള യാത്രയിൽ അവര് അവിടെ നിന്ന് മക്കയിലേക്ക് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ അത് കച്ചവടം ചെയ്യുക. അതിൽ അവർക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്യും. ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോകുമ്പോഴും അവിടെ നിന്ന് മടങ്ങി വരുമ്പോഴുമുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകലും കൊണ്ടുവരലുമായിട്ട് അവർക്ക് പോക്ക് വരവിലെല്ലാം വളരെയധികം ലാഭം അവര് ലഭ്യമാവുമായിരുന്നു. എന്നാൽ ഇവരുടെ യാത്രയിൽ മാമിനൂന മുത്തുമയിന്നൂന, അവർ വളരെ നിർഭയരായിട്ടാവുന്നു യാത്ര ചെയ്യൽ. ലാ യതാറദു അഹദുൻ ബിസൂഇൻ, ആരും തന്നെ അവരെ ഉപദ്രവിക്കാറില്ല. കാരണം ലഅന്നന്നാസ കാനൂ യഖൂലൂന, ജനങ്ങൾ പറയുമായിരുന്നു ഹൗലായി ജീറാനു ബൈത്തില്ല, അള്ളാഹുവിന്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണല്ലോ. ആ മക്കയിലെ നിവാസികള് അള്ളാഹുവിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടുത്ത് താമസിക്കുന്ന അയൽക്കാരാണ്. വസുഖാനു ഹറമിഹി, അവന്റെ ഹറമിന്റെ ഹറമ താമസിക്കുന്ന ആളുകളുമാണ്. വഹും അഹ്ലുല്ല, അള്ളാഹുവിന്റെ ആളുകളാണ്. കാരണം ജാന്നഹുമുലാത്തുൽ കഅബത്തി, അവര് കഅബ ഭരിക്കുന്നവരാണ്. ഫലാ തുഊദൂഹും വലാ തദ്ലിമൂഹും, ആരും അവരെ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ഇല്ല. പിന്നെ അപ്പൊ അങ്ങനെയായിരുന്നു സ്ഥിതി. പിന്നെ അസ്ഹാബുൽ ഫീല്, കഅബം പഠിക്കാൻ വന്ന ആളുകളെ, സൈന്യത്തെ, അബ്രഹത്തും സൈന്യവും കഅബം പൊളിക്കുവാൻ വേണ്ടി മക്കയിൽ വന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ആ അസ്ഹാബുൽ ഫീൽ എന്ന് പറയുന്ന ആനക്കാർ അള്ളാഹു നശിപ്പിച്ചപ്പോൾ ഇസ്ദാദ വഖഉ അഹ്ലി മക്ക, മക്കക്കാരെ സംബന്ധിച്ചുള്ള ചിന്താഗതി, നല്ല ചിന്താഗതി ഇവർക്ക്, ജനങ്ങൾക്ക് ജാസ്തിയായി ഫിൽ ഖുലൂബി, ഹൃദയങ്ങളിൽ, ജനഹൃദയങ്ങളിൽ ഈ മക്കക്കാരെ സംബന്ധിച്ചുള്ള ഉന്നതമായ സ്ഥാനം അവരുടെ ഹൃദയങ്ങളിലുണ്ടായി. മാത്രമല്ല ലോകത്തുള്ള ഉമറാക്കളും രാജാക്കന്മാര് പോലും മക്കക്കാരെ വലിയ ബഹുമാനം കൊടുത്തിരുന്നു. അപ്പോൾ ഇവർക്ക് സമ്പത്ത് വർദ്ധിച്ചു. ഇതൊരൊറ്റ കാരണം കൊണ്ട് അവർക്ക് സമ്പത്ത് വർദ്ധിച്ചു, അവരുടെ കച്ചവടം വളരെ അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇവർക്ക് ലഭ്യമായി, എല്ലാ നിലയിലും ഖുറൈശികൾക്ക് ലഭ്യമായി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ടില്ല. അപ്പോ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവര് ആരാധിക്കണം റബ്ബഹാദൽ ബൈത്തി, ഭവനത്തിന്റെ രക്ഷിതാവിന്. ഈ ഭവനം എന്ന് പറഞ്ഞാൽ കഅബമാണ് ഉദ്ദേശം. അവർ ആരാധിക്കട്ടെ റബ്ബഹാദൽ ബൈത്തി, ഈ ഭവനത്തിന്റെ രക്ഷിതാവിന്. അപ്പൊ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തത് കൊണ്ട് അവര് തൗഹീദ് ഇല്ലാത്തവരായിട്ട് കഴിയാനല്ല. ആ തൗഹീദ്, അള്ളാഹുവിനെ വിശ്വസിച്ച് വിഗ്രഹാരാധനയെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചു അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കുകയാണ് അവർ വേണ്ടത് എന്നാണ് ഇവിടെ അള്ളാഹു അവരെ ഉണർത്തുന്നത്. മഹാനായ അള്ളാഹുവിന് അവർ ആരാധന എടുക്കട്ടെ. റബ്ബഹാദൽ ബൈത്തുൽ അതീഖ്, ഈ ബഹുമാനമുള്ള കഅബത്തിന്.
കാബത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന് ഇബാദത്തഹും അവരുടെ ഇബാദത്ത് ആരാധന ശുക്രന്റെ ഹാദിഹിൻ നിഅമത്തിൽ ജലീല ഈ വലിയ ഈ അനുഗ്രഹത്തിന് നന്ദിയായിട്ട് ആവട്ടെ എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇവിടെ ഈ ഫൽയാബുദു എന്ന് പറഞ്ഞത് ഫാ കൊടുത്തു. ഫൽയാബുദു ഇതൊരു കളയപ്പെട്ട ഷർത്തിന്റെ ജവാബാണ്. കളയപ്പെട്ട ഷർത്ത് എന്ന് പറഞ്ഞത് ഒരു കണ്ടീഷണൽ ക്ലോസ് ഇവിടുന്ന് കളഞ്ഞിട്ടുണ്ട്. അതിന് അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണെന്ന് അർത്ഥം. ഇല്ലം യാബുദു ലിസായിദിൻ അന്നഹി മറ്റുള്ള അനുഗ്രഹങ്ങൾക്ക് അവരാരാധിക്കുന്നില്ലെങ്കിൽ എന്നാണ് ഇവിടെ കളയപ്പെട്ട ഷർത്തിൻ പറയുമ്പോൾ ഇങ്ങനെയാണ് കളയപ്പെട്ട ഷർത്തിന്റെ ജവാബാകുമ്പോൾ അതിന് പാവ് കൊടുക്കണം. അങ്ങനെയാണ് ഫൽയാബുദു എന്ന് പറഞ്ഞത്. ഇതാണ് മുഫസ്സിറുകൾ എഴുതിക്കുന്ന ഒരു പോയിന്റ്. ദഖലത്തിൽ ഫാഉ ഫീ ഫൽയാബുദു ലിമാ ഫിൽ കലാമി മിൻ മഅന ശർത്തി. ഈ പറഞ്ഞ ഈ വാചകത്തിൽ ഒരു കണ്ടീഷണൽ ക്ലോസിന്റെ മീനിങ് ഉണ്ട്. അതുകൊണ്ട് കണ്ടീഷണൽ ക്ലോസ് ഷർത്തിന്റെ ഫിയല് അതിൽ ഫാ കൊടുക്കണം എന്നർത്ഥം. അപ്പോ ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തി ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിക്കട്ടെ. അല്ലദീ എങ്ങനെയുള്ള അല്ലാഹു അത്അമഹും അവർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് മിൻ ജൂഇൻ വിശപ്പിന് ഭക്ഷണം നൽകി. വാമനഹും അവർക്ക് സമാധാനം നൽകി. മിൻ ഖൗഫിൻ ഭയത്തിനെതിരെ ഭയമുള്ളൊരു സന്ദർഭം ഉണ്ടായിരുന്നു. നിർഭയമായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവരെ കവർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു യാത്രയിലുടനീളം. അതെല്ലാം ഒഴിവായി കിട്ടിയിട്ട് അപ്പോ അവര് ഇതാണ് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് വേണ്ടത്, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അവസാനം പറഞ്ഞ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ ഹാദൽ ഇലാഹു അല്ലദീ എന്ന് പറഞ്ഞ ഹാദൽ ഇലാഹ് അല്ലദീ അത്അമഹും മിൻ ശിദ്ദത്തി ജൂഇൻ വആമനഹും മിൻ ശിദ്ദത്തി ഖൗഫ്. ശക്തിയായ വിശപ്പിന് അല്ലാഹു അവർക്ക് ഭക്ഷണം നൽകി. അവർക്ക് ഭയത്തിന് പകരമായിട്ട് വലിയ സന്തോഷം നൽകി. അവര് യാത്ര ചെയ്യുന്നവരായിരുന്നു. ആമിനീന അവര് നിർഭയരായിക്കൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അവരാരും തന്നെ ആരുടെയും ഉപദ്രവത്തിന് വിധേയരായിരുന്നില്ല. അവരെ ആരും ആക്രമിക്കുകയും ചെയ്തിരുന്നില്ല. അവര് യാത്ര ചെയ്യുന്നവരാവട്ടെ നാട്ടിലുള്ളവരാവട്ടെ ഒരിക്കലും അവര് മക്കയിലുള്ള ഖുറൈശികളെ ആരും ഉപദ്രവിക്കുമായിരുന്നില്ല. അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ജനങ്ങളെ വരുത്തിയിരുന്നില്ല. അവരെ കവർച്ച ചെയ്യപ്പെടുകയോ അങ്ങനെയുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫു الناس من حولهم أفبالباطل يؤمنون بنعمة الله هم يكفرون. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ അവര് കണ്ടില്ലേ
തീർച്ചയായും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഹറം എന്നൊരു പവിത്രമായ സങ്കേതത്തെ ആമിനൻ നിർഭയവും നിർഭയത്വവും പവിത്രവുമായ ഒരു സങ്കേതത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ആ കാമമാണ്. അവിടെ ആരും ആക്രമിക്കപ്പെടുകയില്ല. അവിടെ വളരെ നിർഭയമായിട്ട് ജീവിക്കാൻ കഴിയും. ഇതിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവര് ആക്രമിക്കപ്പെടുന്നു. അവര് അവര് പിടിച്ചുപറി നടക്കുന്ന അല്ലെങ്കിൽ അപഹരിക്കപ്പെടുന്നു. ഇതെല്ലാം അവര് ഈ പിടിച്ചുപറിക്ക് കവർച്ച ചെയ്യപ്പെടുക, ഇവരുടെ സമ്പത്തും മറ്റുമൊക്കെ, ഇതിനെല്ലാം അവർ വിധേയരായിരുന്നു. അതാണ് പറഞ്ഞ അവർ റാഞ്ചിയെടുക്കപ്പെടാന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അവർ വിധേയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. വളരെ നിർഭയരായിക്കൊണ്ട് അവർക്ക് യാത്ര ചെയ്യാം, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അങ്ങനെ സ്ഥിതിവിശേഷം വന്നു ചേർന്നതുകൊണ്ട് അള്ളാഹുവിനെ ഇവരെ ആരാധിക്കുകയാണ് വേണ്ടത്. അവരുടെ വിവാഹത്തിന്റെ അസത്യത്തിന് വേണ്ടി അസത്യം കൊണ്ട് അവർ യൂമിനോന വിശ്വസിക്കുകയാണോ വേണ്ടത്? നിയമത്തില്ലായി അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു തള്ളുകയാണോ വേണ്ടത്? അള്ളാഹു ചെയ്ത നിയമത്തിന് നന്ദി കേട് കാണിക്കുകയാണോ വേണ്ടത് എന്നൊക്കെയാണ് അള്ളാഹു അവരെ ചോദിക്കുന്നത്. ഈ ആയത്ത് അങ്കബൂത്ത് സൂറത്തിൽ 67-ാമത്തെ ആയത്താണ്. ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഈയുള്ള മക്കത്തുള്ള കാബത്തിന്റെ ഹറമിൽ നിന്നൊക്കെ ലഭ്യമാവുന്നത് എങ്ങനെയാണ്? അവരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദ്വായുടെ ബർക്കത്ത് കൊണ്ടാണ് ഇതെല്ലാം അവർക്ക് ലഭ്യമായത്. ഇബ്രാഹിം നബി ദ്വാ ചെയ്തിട്ടുണ്ടെന്ന് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന ഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമൻ കഫറ ഫമത്തഉഹു ഖലീലാ ثم اضطروه إلى عذاب النار. ഇതൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബി എന്റെ രക്ഷിതാവേ, ഈ സ്ഥലത്തെ നീ ആക്കണമേ, ഈ രാജ്യത്തെ നീ ആക്കണമേ, ബലദനാമിനൻ ഒരു നിർഭയമായ ഒരു രാജ്യമാക്കി മാറ്റണമേ, വർസുഖ് അഹ്ലഹു അതിൽ താമസിക്കുന്നവർക്ക് നീ നൽകണം, സമറാത്തി ഭക്ഷണം നൽകണം, ആഹാരം നൽകണം, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളും മറ്റൊക്കെ. അവിടെ കൃഷിയില്ലാത്ത സ്ഥലമാണല്ലോ. മക്ക എന്ന് പറഞ്ഞാൽ കൃഷിയില്ല, പാറകളും പർവ്വതങ്ങളും മാത്രമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കൃഷിക്ക് ഉപയുക്തമല്ല. അങ്ങനെയുള്ള ഈ നാടിന് ഈ നാട്ടുകാർക്ക് ഭക്ഷണം നൽകുകയും അവർക്ക് നിർഭയമായിട്ട് ജീവിക്കാനുള്ള ഒരു സൗകര്യം നീ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഇവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയത്. ഇങ്ങനെയുള്ള ഈ സൗകര്യങ്ങൾ അള്ളാഹു നൽകിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാതെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ശരിയല്ല എന്ന് അവർ ഉണർത്തുകയാണ് ഈ ആയത്തിലൂടെ. ഇവര് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ എന്ന് ഇബ്രാഹിം നബി ദുആ വന്നപ്പോൾ അവർക്ക് ഭക്ഷണം നൽകി എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി തന്നെ പറഞ്ഞു, അതിൽ നിന്ന്
വിശ്വസിച്ച അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് നീ നൽകണം എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു പറഞ്ഞു ഖാല വമൻ കഫറ, അവിശ്വസിച്ച് ജീവിച്ച ആളുകൾക്കും ജീവിക്കുന്ന ആളുകൾക്കും ഞാൻ ഭക്ഷണം നൽകും എന്ന്. ഖാല വമൻ കഫറ, അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബി ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ നീ രക്ഷിക്കണം, ആഹാരം കൊടുത്ത് രക്ഷിക്കണം എന്നുള്ള ദുആ ചെയ്തപ്പോൾ അള്ളാഹു പറയാണ് ഖാല വമൻ കഫറ, അവിശ്വാസികളായ ആളുകൾക്കും ഭക്ഷണം നൽകും ഞാൻ. ഉമത്യുഹു എന്നിട്ട് ഖലീലൻ, അവരെ കുറച്ചു കാലം സുഖസുന്ദരമായി ജീവിക്കുവാൻ ഞാൻ വിട്ടേക്കും. സുമ്മൽത്തറുഹു ഇലാ അദാബിന്നാർ, പിന്നെ ഞാൻ നിർബന്ധിതനാവും അവരെ ഇലാ അദാബിന്നാർ, അവരെ കൊണ്ടെത്തിക്കുവാൻ നരകശിക്ഷയിലേക്ക്. ചെന്നു ചേരുന്ന സ്ഥാനം വളരെ മോശമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം അള്ളാഹു എല്ലാവർക്കും ഭക്ഷണം നൽകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇബ്രാഹിം നബിയുടെ ദുആക്ക് അള്ളാഹു തിരിച്ചു ഉണർത്തുകയാണ്. ഇത് അൽ ബഖറയിലുള്ള 126-ാമത്തെ ആയത്താണ്. അപ്പോ ഈ 4 ആയത്തുകളുള്ള ഈ സൂറത്ത് അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.